ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, രാത്രിയിൽ ഭഗവാൻ കൊടുത്ത ഭക്ഷണവും കഴിച്ച് ഉറങ്ങി ഉണർന്നപ്പോൾ വളരെ ആരോഗ്യവും ഉന്മേഷവും അനുഭവപ്പെട്ടു. ഗുരുദേവൻ മലമുകളിൽ നിന്നും താഴെ ഇറങ്ങി ആൾപ്പാർപ്പുള്ള പ്രദേശത്തേക്ക് വന്നപ്പോൾ കുറേ കുട്ടികൾ ഒരു മാവിൻ ചുവട്ടിൽ നിന്ന് മാമ്പഴം ശേഖരിക്കുന്നതായി കണ്ടു. അതിൽ ഒരുവനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവൻ്റെ പേരും മറ്റു കാര്യങ്ങളും ഗുരുദേവൻ്റെ മനസ്സിൽ തോന്നി. മറ്റൊരുവനെ നോക്കിയപ്പോൾ അവൻ്റെ പേരും മറ്റും എന്താണെന്നും മനസ്സിൽ തോന്നി. ഗുരുദേവൻ തൻ്റെ മനസ്സിൽ തോന്നിയ പേര് വിളിച്ചപ്പോൾ ആ കുട്ടി തിരിഞ്ഞു നോക്കുകയും സ്വാമി എന്നെ അറിയുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഗുരു അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് പറഞ്ഞു. എല്ലാം ശരി തന്നെ. മറ്റു കുട്ടികൾ ഞങ്ങളുടെ കാര്യവും പറയാമോ എന്നായി. ഗുരുദേവൻ അവരെയും ശ്രദ്ധിച്ചപ്പോൾ അവരുടെ കാര്യങ്ങളും മനസ്സിൽ തെളിഞ്ഞു വന്നു. ഗുരുദേവൻ അതെല്ലാം പറഞ്ഞപ്പോൾ കുട്ടികൾക്കും അത്ഭുതമായി. കുട്ടികൾ ഗുരുവിന് മാമ്പഴം കൊടുത്ത് സൽക്കരിച്ചു. ഗുരുവും പ്രസന്നനായി. തനിക്ക് അഷ്ടൈശ്വര്യ സിദ്ധികൾ പ്രാപ്തമായിരിക്കുന്നു എന്ന് ഗുരുദേവൻ അങ്ങനെ തിരിച്ചറിഞ്ഞു. താൻ വിചാരിക്കുന്നത് പോലെയെല്ലാം നടക്കുന്നതായി ഗുരുദേവന് അനുഭവപ്പെട്ടു തുടങ്ങി. നാഗർകോവിൽ ടൗണിൽ ഒരു യോഗിനി റോഡിൽ കിടക്കുന്നതായും അവർ ഒരു മാമ്പഴം തനിക്കായി വെച്ചിരിക്കുന്നതായും ഗുരുവിന് തോന്നി. ക്ഷണനേരം കൊണ്ട് നാഗർകോവിൽ യോഗിനിയുടെ അടുത്തെത്തി. അല്പം മാറി നിന്നു. യോഗിനിക്ക് ചുറ്റും ജനങ്ങൾ കൂടി നിൽക്കുന്നു. യോഗിനി ഒരു വലിയ മാമ്പഴം ഗുരുദേവൻ്റെ നേരെ വച്ചു നീട്ടി. ആ മാമ്പഴം അതുവരെ അവിടെ നിന്നവരാരും യോഗിനിയുടെ കയ്യിൽ കണ്ടിരുന്നില്ല. ഗുരുദേവനെ കണ്ട മാത്രയിൽ അവരുടെ കയ്യിൽ മാമ്പഴം പ്രത്യക്ഷപ്പെടുകയാണുണ്ടായത്. അപ്പോൾ വരെ അവിടെ കൂടി നിന്നവർക്ക് യോഗിനിയോട് ഉണ്ടായതിനേക്കാൾ ആദരവും ബഹുമാനവും ഗുരുദേവനോടാണ് തോന്നിയത്. യോഗിനി തികച്ചും കണ്ണടച്ച് കിടക്കുകയായിരുന്നു. ഗുരുദേവൻ വന്ന ഉടനെ അവർ കണ്ണു തുറക്കുകയും മാമ്പഴം കയ്യിൽ വരുത്തി അത് ഗുരുദേവന് കൊടുക്കുകയുമാണ് ഉണ്ടായത്. ഇതെല്ലാം അവിടെ നിന്ന ജനങ്ങളെ ആശ്ചര്യപ്പെടുത്തി. അവരെല്ലാം ഗുരുദേവൻ്റെ ഭക്തന്മാരും ആരാധകരും ആയിത്തീർന്നു. ഗുരുദേവൻ 1 മാസത്തോളം നാഗർകോവിലിലും കന്യാകുമാരിയിലും കഴിച്ചുകൂട്ടി. പിന്നീട് അദ്ദേഹം അരുവിപ്പുറത്തേക്ക് പുറപ്പെട്ടു. ഗുരുദേവൻ ഇപ്പോൾ അണിമാദികളായിരിക്കുന്ന സിദ്ധികളെല്ലാം ഉള്ള മഹാസിദ്ധനാണ്, യോഗീശ്വരനാണ്. സർവ്വതിലും അടങ്ങുന്ന ഏകതത്വമായ പരമാത്മാവിനെ കണ്ടറിഞ്ഞ് അനുഭവിച്ച തത്വജ്ഞാനിയാണ്. ഈ കാണുന്നതെല്ലാം തന്നിൽ തന്നെ അടങ്ങുന്ന ചൈതന്യത്തിൻ്റെ പ്രതിസ്ഫുരണമാണ് എന്ന് അറിഞ്ഞ വേദാന്തവേദ്യനായ ഋഷീശ്വരനാണ്. അദ്ദേഹം തൻ്റെ ജന്മോദ്ദേശം എന്താണെന്ന് മുൻപേ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അത് നേടിയെടുക്കാനുള്ള ശക്തിയും സ്വായത്തമായി കഴിഞ്ഞു. ഇനി തൻ്റെ കർമ്മപഥത്തിലേക്ക് താമസം വിന പ്രവേശിക്കുക തന്നെ. കേരളമാകെ അജ്ഞാനാന്ധകാരത്തിൽ മൂടപ്പെട്ടിരിക്കുന്നു. അതിൽ അവർണനെന്നോ സവർണനെന്നോ ഭേദമില്ല. ഒരു കൂട്ടർ തങ്ങളെ സ്വയം നീചജാതികളാണ് എന്നും അശുദ്ധരാണെന്നും ദൈവത്താൽ വെറുക്കപ്പെട്ടവരാണ് എന്നും ഉയർന്ന ജാതിയിൽപ്പെട്ടവരെ സേവ ചെയ്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നും സ്വയം കരുതി മേൽജാതിക്കാരുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി നരകജീവിതം നയിക്കുന്നു. മറ്റൊരു കൂട്ടർ താഴ്ന്ന ജാതിക്കാരായി ജനിച്ചവർ അശുദ്ധന്മാരും പാപികളും ആണ് എന്നും
അവരെ തീണ്ടുകയോ തൊടുകയോ ചെയ്താൽ കുളിക്കണമെന്നും അവർ തങ്ങൾക്ക് അടിമപ്പണി ചെയ്യാൻ വിധിച്ചവരാണ് എന്നും അവർ ദൈവത്താൽ വെറുക്കപ്പെട്ടവരാണ് എന്നും മറ്റും വിശ്വസിക്കുന്നു. രണ്ടു കൂട്ടരും മനുഷ്യരാണ് എന്ന കാര്യം അറിയുന്നില്ല. മനുഷ്യത്വം എന്താണെന്നും അറിയുന്നില്ല. എല്ലാവരും മനുഷ്യരാണെന്നും മനുഷ്യരെല്ലാം ഒരു ജാതിയാണ് എന്നും അതിനാൽ ജാതി പറഞ്ഞ മനുഷ്യരെ പലതട്ടിലാക്കി കാണുന്നത് തെറ്റാണ് എന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ മതപരമായ സ്പർദ്ധയും കലഹവും സമൂഹത്തിലുണ്ടാകുന്നതും അജ്ഞത മൂലമാണ്. താത്വികമായി നോക്കുമ്പോൾ എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്നാകയാൽ മതപരമായ ഭിന്നതയും അജ്ഞത മൂലമുണ്ടായതാണ്. ഈ കാര്യമെല്ലാം ജനങ്ങളെ അറിയിക്കണം. അവർക്ക് ഇതൊക്കെ ബോധ്യമാക്കണം. എങ്കിലേ സമൂഹത്തിൽ നീതിയും ധർമ്മവും ഐക്യവും നിലനിൽക്കുകയുള്ളൂ. അന്ധവിശ്വാസികളെ തിരുത്തുക എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. കാരണം എല്ലാവരും തങ്ങളുടെ വിശ്വാസം ശരിയാണ് എന്ന് കരുതുന്നവരാണല്ലോ. മനുഷ്യരിൽ യുക്തിബോധം ഉണ്ടാക്കുക ആണ് അതിനുള്ള പോംവഴി. അതുപോലെ തൻ്റെ അറിവൊക്കെ ശരിയാണ്, തനിക്ക് ഇനി ഒന്നും അറിയാനില്ല എന്ന് കരുതുന്നവരെ തിരുത്താനും പ്രയാസമാണ്. അവരുടെ അറിവും വിശ്വാസവും തെറ്റാണ് എന്ന് സ്വയം അറിയുന്ന കാലത്ത് സ്വയം തിരുത്തിക്കൊള്ളും. എന്നാൽ ഞങ്ങൾ അറിവും പഠിപ്പും ഇല്ലാത്തവരാണ് എന്ന് സ്വയം ബോധ്യമുള്ളവരെ അറിവിൻ്റെ വഴി കാട്ടിക്കൊടുത്താൽ അവർക്ക് അത് സ്വീകാര്യമാകും. അതിനാൽ അങ്ങനെയുള്ളവരെ ഉപദേശിച്ചാൽ അത് ഫലപ്രദമാകും. അതിനാൽ അധകൃതരായ സാധുജനങ്ങളെ അറിവും വിവേകവും ഉള്ളവരാക്കാനുള്ള ശ്രമം ആരംഭിക്കുകയാണ് വേണ്ടത്. സ്വയം ദുർബലരാണ് എന്ന് കരുതുന്നവരെ സംഘടിച്ച് ശക്തരാകാനുള്ള ഉപദേശം നൽകണം. അതിനൊക്കെ ഉള്ള സാഹചര്യം ഒരുക്കണം. ഇങ്ങനെയെല്ലാം വിചാരിച്ചുകൊണ്ട് ഗുരുദേവൻ തൻ്റെ കർമ്മപഥത്തിൽ പ്രയാണം ആരംഭിച്ചു. നമസ്കാരം.